കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പല ഭാഗങ്ങളിൽ നിന്ന് കുവൈറ്റ് സിറ്റി മാർത്തോമ ഇടവകയുടെ വചന വാര പഠന ക്രമീകരണത്തിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ദൈവത്തിൻ്റെ വലിയ ദയാലും കരുണയാലും നമുക്ക് വചനവാരം, ഒരു മാസം നീണ്ടു നിൽക്കുന്ന വചനവാരം ഇന്ന് സമാരംഭിക്കുവാൻ സാധ്യമാകുന്നതിൽ നാം അതിയായി സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ചില നാളുകളായി ഈ നല്ല ക്രമീകരണത്തിന്റെ ആരംഭത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയുമായിരുന്നു. ദൈവം നാം ആഗ്രഹിച്ച പ്രകാരം വചനവാരം തുടങ്ങുന്നതിന് ബലം നൽകി ശക്തീകരിച്ചു. പ്രത്യേകിച്ച് പാൻഡമിക്കിന്റെ ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ദൈവവചന പഠന ഉദ്യമങ്ങൾ വളരെ നമ്മുടെ ആത്മീക ഉന്നമനത്തിന് നമ്മെ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം എത്രയും പഠിക്കാൻ ഒക്കും, ദൈവത്തിന്റെ വചനത്തെ എത്രമാത്രം സ്നേഹിക്കാൻ ഒക്കും, അതനുസരിച്ചാണ് നാം ദൈവത്തിന്റെ മക്കളായി ഈ ലോകത്തിൽ അനുഗ്രഹീതമായ ഒരു വിശ്വാസി നയിക്കാൻ പ്രാപ്തിയുള്ളവരായി തീരുന്നത്. അതിന് നമ്മുടെ വചന വാര പഠനം മുഖാന്തരമായി തീരട്ടെ എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും എല്ലാ സഹോദരി സഹോദരന്മാരെയും ഈ ക്രമീകരണത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും, മാത്രമല്ല എല്ലാ ദിനങ്ങളിലും, ആഴ്ചയിൽ 2 ദിവസങ്ങളുണ്ട്, എല്ലാ ദിനങ്ങളിലും എല്ലാവരും സംബന്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ പി തോമസ് അച്ഛൻ നമ്മെ നയിക്കുന്നതാണ്. സ്തുതി. ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന വന്യനായ വികാരി ജനറൽ ഡോക്ടർ CK മാത്യു അച്ഛൻ, പ്രിയപ്പെട്ട കൊച്ചമ്മ, കുവൈറ്റ് സിറ്റി മാർത്തോമ ഇടവകയുടെ ചുമതലക്കാരെ, ഈ വചനവാരം എന്ന പ്രോഗ്രാമിന്റെ കൺവീനേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെ, വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഈ വചനവാരം എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇടവകയായി ക്രമീകരിച്ചിരിക്കുന്ന ഈ 8 ദിനങ്ങൾ ദൈവവചനത്തോട് ഒരുമിച്ചായിരിക്കാൻ ദൈവം തമ്പുരാൻ നമുക്ക് തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ച വന്യനായ വികാരി ജനറൽ അച്ഛനോടും ഇടവകയുടെ ചുമതലക്കാരോടും എൻ്റെ സന്തോഷവും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. പഴയ നിയമത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ പഠനം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. നോട്ടീസിലൂടെയും മറ്റെല്ലാ ഇൻഫർമേഷനിലൂടെയും അത് വിശദമാക്കിയിട്ടുള്ളതാണ്. ഒട്ടും സമയം കളയാതെ ഈ 8 ദിനങ്ങളിൽ കഴിയുന്നിടത്തോളം അതിനെക്കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ക്രമീകരണങ്ങൾ ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ ദിവസങ്ങളിൽ ദൈവവചന പഠനത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. വചനമായ ദൈവമേ, വചനം ജഡമായി ഭൂമിയിൽ വന്നവനെ, ഞങ്ങളെ വഴികാട്ടുവാൻ ഞങ്ങൾക്ക് തന്ന വചനത്തിനായി, നിത്യതയോളം ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങൾക്ക് തന്ന വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട കർത്താവെ, കുവൈറ്റ് സിറ്റി മാർത്തോമ ഇടവക ക്രമീകരിച്ചിരിക്കുന്ന ഈ വചന പഠന പരിപാടിയിൽ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും ആദിയോടന്തം കൂടിയിരുന്ന ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവെ, ഈ 8 ദിനങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഈ വചന പഠനത്തിൽ പങ്കെടുക്കുന്നവരെല്ലാവരും അനുഗ്രഹീതരായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണം.
ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുവാൻ ബലഹീനനായ അടിയനെ ബലപ്പെടുത്തണം. ഏറ്റവും അനുഗ്രഹകരമായി ഈ ദിവസങ്ങളിൽ എല്ലാ സംവിധാനങ്ങളും ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ചു നൽകണം. പ്രാർത്ഥന കേട്ട വലിയ ദയക്കായി സ്തോത്രം. യേശുവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ ഞാൻ ഒരു മുന്നറിയിപ്പ് തന്ന് തുടങ്ങട്ടെ. അവർ ടോപ്പിക് ഈസ് an ocean. To explore that ocean within a short span of time is an impossible task. However, we will just try to have a taste of it. വലിയ ആഴിയായ ഈ വലിയ പഠനത്തിൽ കടൽക്കരയിൽ ഇരുന്ന് ഒരു കൈക്കൊമ്പിളിൽ അല്പം വെള്ളം കോരുന്നത് പോലെയുള്ള ഒരു ശ്രമമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ കൈക്കൊമ്പിളിൽ ഒരു കൈ വെള്ളം കോരിയിട്ട് സമുദ്രം എന്താണ് എന്നെനിക്ക് മനസ്സിലായി എന്ന് പറയാതിരിക്കണമേ എന്ന് ഞാൻ ആദ്യമേ മുന്നറിയിപ്പ് തരികയാണ്. We will have a taste of it, that's all. വളരെ വേഗം നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞ് സമയമുണ്ടെങ്കിൽ ഇന്ന് വായിച്ച വേദഭാഗത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട 3 മതങ്ങൾ, ക്രിസ്ത്യാനിറ്റി, ജുഡായിസം ആൻഡ് ഇസ്ലാം, claim the Bible or portions of the Bible as their holy book. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മതങ്ങൾ, ക്രിസ്ത്യാനിറ്റി, ജുഡായിസം ആൻഡ് ഇസ്ലാം, വേദപുസ്തകമോ അതിൻ്റെ ഭാഗങ്ങളോ തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായി അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ വേദപുസ്തകത്തെ ഏക ദൈവവചനമായി അംഗീകരിച്ചിരിക്കുന്നു. ഇത്രയും പ്രാധാന്യമുള്ള ഒരു വേദഗ്രന്ഥം ഭൂമിയിൽ വേറെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രാഥമികമായ ചില കാര്യങ്ങൾ. The Bible is not one book in the strict sense, but it is a library of 66 books. ഈ ബൈബിൾ എന്ന ഇംഗ്ലീഷ് പദം തന്നെ ഉണ്ടായത് ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ബിബ്ലിയ എന്നാണ് ആ വാക്ക്. ബിബ്ലിയ, അതിന്റെ അർത്ഥം ദ ബുക്സ് എന്നാണ്, പുസ്തകങ്ങൾ എന്നാണ്. ഇൻ ദാറ്റ് സെൻസ് ബൈബിൾ ഈസ് എ ലൈബ്രറി അറേഞ്ച്ഡ് ഇൻ 2 shelves എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന്റെ എഴുത്തുകാരായി ഏകദേശം 40 ആളുകളുണ്ട്. പഴയ നിയമത്തിൽ 30-ലധികം ആളുകളും പുതിയ നിയമത്തിൽ 8-ലധികം ആളുകളുമാണ് എഴുത്തുകാരായിട്ടുള്ളത്. അപ്പൊ ഏകദേശം 40 പേരാണ് നമ്മുടെ കയ്യിലുള്ള വേദപുസ്തകത്തിന്റെ രചനയ്ക്ക് പിൻപിൽ. ഈ പുസ്തകം രചിക്കപ്പെട്ടത് ഏകദേശം 1100 വർഷങ്ങൾക്കുള്ളിലാണ്. ഒരു ഏകദേശ കണക്ക് പറഞ്ഞാൽ BC 1000 മുതൽ AD 100 വരെയുള്ള കാലം, ഈ 1100 വർഷങ്ങൾക്കിടയിലാണ് നമ്മുടെ പുസ്തകം രചിക്കപ്പെട്ടത്. മാത്രമല്ല ഏകദേശം 10,000-ലധികം സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് വേദപുസ്തകം. അപ്പോൾ 40-ലധികം പേര് ചേർന്ന് 1100 വർഷ കാലയളവിനുള്ളിൽ ഏകദേശം 10,000-ലധികം സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം. ഇനി 40 എഴുത്തുകാരെ ഒന്ന് നോക്കിയാൽ വളരെ വൈവിധ്യമാർന്ന ജീവിത മേഖലകളിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാക്കൾ. ആട്ടിടയന്മാര്,
ഇതിലെ ഗ്രന്ഥകർത്താക്കളാണ്. ഉദാഹരണം ദാവീദ്. രാജാക്കന്മാര് ഇതിലെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉദാഹരണം ശലോമോൻ. മീൻപിടുത്തക്കാര് ഇതിലെ എഴുത്തുകാരുണ്ട്. ഉദാഹരണം പത്രോസ്. മിലിറ്ററി കമാൻഡർ ഇതിന്റെ എഴുത്തുകാരുടെ കൂട്ടത്തിലുണ്ട്. ഉദാഹരണം ജോഷുവ. പ്രധാനമന്ത്രി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഉദാഹരണം ദാനിയേൽ. ഗവർണർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഉദാഹരണം നെഹമ്യാ. ഡോക്ടർ ഇതിലെ ഒരു എഴുത്തുകാരനാണ്, ലൂക്കോസ്. റവന്യൂ ഉദ്യോഗസ്ഥൻ, ടാക്സ് കളക്ടർ, മത്തായി ഇതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന ജീവിത മേഖലകളിൽ ഉണ്ടായിരുന്ന വിവിധ തരത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ എഴുതി ചേർത്ത പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. മാത്രമല്ല, ഈ 40-ലധികം എഴുത്തുകാര് എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. ഉദാഹരണം റോമിൽ ജീവിച്ചിരുന്നവർ, ജെറുസലേമിൽ ജീവിച്ചിരുന്നവർ, ബാബിലോണിൽ അതായത് ഇപ്പോഴത്തെ ഇറാഖ്, പേർഷ്യ അതായത് ഇപ്പോഴത്തെ ഇറാൻ, ഗ്രീസ്, ടർക്കി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ആളുകളാണ് ഇതിലെ എഴുത്തുകാര്. വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ, വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ, വ്യത്യസ്തങ്ങളായ ജീവിത നിലകളിൽ ജീവിച്ച ആളുകളാണ് ഈ പുസ്തകത്തിന്റെ രചയിതാക്കൾ എന്ന് നമ്മൾ ഓർക്കണം. ഇവരാരും സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയതല്ല, പിന്നെയോ പരിശുദ്ധാത്മ പ്രേരണയാൽ എഴുതിയതാണ്. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിലൊക്കെ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം പറഞ്ഞാൽ, 66 പുസ്തകങ്ങളിൽ 39 പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന പഴയ നിയമം എല്ലാം യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ യേശു കർത്താവിന്റെ ജനനവും അതിനുശേഷവും എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്. അപ്പോൾ 2 കാലഘട്ടങ്ങളിലായി യേശു കർത്താവിന് മുമ്പും യേശു കർത്താവിന്റെ ജനനം മുതലുമുള്ള എഴുത്തുകളാണ് നമ്മുടെ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ. നമ്മുടെ പഠന വിഷയം പഴയ നിയമമായതുകൊണ്ട് അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണ് ഉള്ളത്. ഓൾഡ് ടെസ്റ്റമെന്റ് എന്നാണല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത്. ഈ ടെസ്റ്റമെന്റ് എന്ന വാക്ക് ക്രിസ്തീയ സഭ രൂപകൽപ്പന ചെയ്ത ഒരു വാക്കാണ്. ടെസ്റ്റമെന്റ് എന്ന വാക്കിന്റെ അർത്ഥം കവനന്റ് എന്നോ എഗ്രിമെന്റ് എന്നോ ഒക്കെയാണ്. ഉടമ്പടി എന്നാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പഴയ നിയമം, പുതിയ നിയമം എന്നീ പേരുകൾ ക്രിസ്തീയ സഭ നൽകിയതാണ്. പഴയ നിയമ വിദ്യാർത്ഥികളായ ഞങ്ങളെ പോലെയുള്ള ആളുകൾ എപ്പോഴും പറയുന്ന ഒരു വാക്ക്, നമ്മുടെ പഴയ നിയമത്തിന് പഴയ നിയമം എന്നതിനേക്കാൾ അനുയോജ്യമായ പേര് ഹീബ്രു ബൈബിൾ എന്നാണ്. അതുകൊണ്ട് ആനുകാലിക പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും വലിയ സ്കോളേഴ്സ് ഒക്കെ എഴുതിയിട്ടുള്ള പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ അതിലെല്ലാം ഹീബ്രു ബൈബിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒറ്റ കാര്യമുള്ള അതിന്റെ അർത്ഥം, ആ പുസ്തകം എഴുതപ്പെട്ട ഭാഷയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇനി വേദപുസ്തകം എഴുതപ്പെട്ട ഭാഷകളെ കുറിച്ച് ഒന്ന് ഓടിച്ചു പറയാം. നമ്മൾ പറയുന്ന പഴയ നിയമം പ്രധാനമായും എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ്, എബ്രായ ഭാഷയിലാണ്. എബ്രായ ഭാഷയെ ലാംഗ്വേജ് ഓഫ് ഇസ്രായേൽ എന്ന് നമുക്ക് പറയാം. അതായത് പിതാക്കന്മാരുടെ കാലം മുതൽ ഇസ്രായേൽ ജനം ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് എബ്രായ ഭാഷ. മിക്ക പുസ്തകങ്ങളും, പഴയ നിയമത്തിലെ മിക്ക പുസ്തകങ്ങളും, വളരെ ചുരുക്കം പുസ്തകങ്ങൾ, ഉദാഹരണത്തിന് ദാനിയേലിന്റെ പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ, അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഹീബ്രുവിലാണ് എഴുതപ്പെട്ടത്. ഒറിജിനൽ ലാംഗ്വേജ് ഓഫ് ദ ബൈബിൾ ഇസ് ഹീബ്രു. എന്നാൽ ദാനിയേലിന്റെ പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ചില വേദഭാഗങ്ങൾ അരാമ്യ ഭാഷയിലാണ് എഴുതപ്പെട്ടത്, അരമായിക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. ബാബിലോൺ പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ സ്വായത്തമാക്കിയ ഭാഷയാണ് അരമായിക് എന്ന് പറയുന്നത്, അരാമ്യ ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാബിലോൺ പ്രവാസം വരെ, അതായത് BC 587 വരെ ഇസ്രായേലിന്റെ
ഭാഷ ഹീബ്രു ഭാഷയായിരുന്നു. BC 587 ഇസ്രായേൽ മക്കൾ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകപ്പെട്ടതിന് ശേഷം ബാബിലോണിൽ വെച്ച് അവർ സ്വായത്തമാക്കിയ ഭാഷയാണ് അരാമ്യ ഭാഷ. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷം 50 വർഷത്തിനുള്ളിൽ അവർ മടങ്ങി ഇസ്രായേലിൽ വന്നപ്പോൾ ആ തലമുറയുടെ എല്ലാം ഭാഷ അരാമ്യ ഭാഷയായി മാറി. തുടർന്ന് യേശുവിന്റെ കാലത്തുമൊക്കെ പാലസ്തീനിൽ സംസാരിച്ചിരുന്ന ഭാഷ അരാമ്യ ഭാഷയാണ്. അപ്പൊ യേശുവിന്റെ മദർ ടങ് എന്ന് പറയുന്നത് അരാമ്യ ഭാഷയാണ്. യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളിലുമൊക്കെ ഇടയ്ക്കിടെ നമുക്ക് പുതിയ നിയമത്തിൽ ഇപ്പോഴും പരിഭാഷപ്പെടുത്തിയിട്ടില്ലാത്ത അരാമ്യ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ നിയമം എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. നമുക്കറിയാം, അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം ആഗോള ഭാഷയായി തീർന്ന ഭാഷയാണ് ഗ്രീക്ക് ഭാഷ. മാത്രമല്ല, ആധുനിക കാലത്തെ എല്ലാ ഭാഷകളെയും ശരിക്കും സ്വാധീനിച്ച ഭാഷയാണ് ഗ്രീക്ക്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേലിലും പൂർവ്വപിതാക്കന്മാരും ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകം, അതിലെ വാക്കുകൾ എങ്ങനെയൊക്കെ കൃത്യമായി പരിഭാഷപ്പെടുത്തിയാലും കാലങ്ങൾ മാറുന്നതനുസരിച്ച് പരിഭാഷയിലും അത് മനസ്സിലാക്കുന്നതിലുമൊക്കെ അതിൻ്റെതായ പരിമിതികളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന ഒരു വിഷയം ദി വേൾഡ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് എന്നതാണ്. പഴയ നിയമത്തിന്റെ ലോകം എന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ജോഗ്രാഫിക്കൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്. പഴയ നിയമത്തെ നമ്മൾ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആ പുസ്തകങ്ങൾ രൂപപ്പെട്ട ഭൂമിശാസ്ത്രപരമായ, ചരിത്രപരമായ, സാംസ്കാരികമായ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വിതൗട്ട് ദി നോളജ് ഓഫ് ദി ജോഗ്രാഫിക്കൽ or historical cultural context of the Old Testament, interpretation of the Bible or the Old Testament will be difficult. ഇത് വളരെ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. വളരെ വ്യക്തമാണ്, ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ മനസ്സിലാക്കാതെ ഒരാൾക്ക് ശരിക്കും വേദപുസ്തകം വ്യാഖ്യാനിക്കുക പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ വളരെ വേഗം നമ്മുടെ പഴയ നിയമത്തിന്റെ ഈ പറഞ്ഞ ജോഗ്രാഫിക്കൽ, ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് വളരെ വേഗം ഒന്ന് പറയാം. ആദ്യമായി ഞാനതിന് ജോഗ്രാഫിക്കൽ ഏരിയയെ കുറിച്ചൊന്ന് പറയാം. ഞാനൊരു മാപ്പിലൂടെ അത് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാർ, അമേരിക്ക തുടങ്ങിയുള്ള രാജ്യങ്ങളിലെ വേദപണ്ഡിതന്മാരെല്ലാം ഈ വേദപുസ്തകത്തിന്റെ ജോഗ്രാഫിക്കൽ ഏരിയയെ ഏൻഷ്യന്റ് നിയർ ഈസ്റ്റ് എന്നാണ് പറയുന്നത്. ANE എന്നാണ് ആ വാക്ക്, ANE, ഏൻഷ്യന്റ് നിയർ ഈസ്റ്റ്. എന്നാൽ ഈ കിഴക്ക് ഭാഗത്തുള്ള നമ്മളെ പോലെയുള്ള ആളുകൾ, ഏഷ്യയിലൊക്കെ താമസിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ, വേദപുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ പ്രദേശത്തെ വിളിക്കുന്നത് ഏൻഷ്യന്റ് വെസ്റ്റേഷ്യ എന്നാണ്, പുരാതന പശ്ചിമേഷ്യ എന്നാണ്, AWA എന്ന് പറയും. ഈ പ്രദേശമാണ് വേദപുസ്തക പഴയ നിയമത്തിന്റെ ജോഗ്രാഫിക്കൽ ഏരിയ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ ഗ്ലോബിൽ ഈ 3 പ്രദേശങ്ങളായിട്ട് തിരിച്ച് വേദപുസ്തകത്തിന്റെ ഭൂമിശാസ്ത്രപരമായ ഏരിയയെ കുറിച്ച് ഒന്ന് പറയാം. 3 പ്രദേശങ്ങൾ ഞാൻ അടയാളപ്പെടുത്തുകയാണ്. ഗ്ലോബിലെ 3 വശങ്ങളായി. ഇപ്പൊ ഇങ്ങനെ ഗ്ലോബ്, നമ്മുടെ ലോകത്തിന്റെ മാപ്പ് ഇങ്ങനെ നിരത്തി വെച്ചാൽ 3 സ്ഥലങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ പഴയ നിയമം എന്ന് പറയുന്നത് മുഴുവൻ രേഖപ്പെടുത്തപ്പെട്ടത് ഈ സ്ഥലങ്ങളിലാണ് എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഈ നടുക്ക് കാണുന്നത് സൈറോ പാലസ്റ്റൈൻ അല്ലെങ്കിൽ പാലസ്റ്റൈൻ പറയാം, സിറിയ പാലസ്റ്റൈൻ പ്രദേശങ്ങളാണ്. നടുക്ക് കാണുന്നത്
സിറിയ പാലസ്റ്റൈൻ പ്രദേശങ്ങൾ. ഇതിനകത്താണ് നമ്മുടെ ജെറുസലേം തുടങ്ങിയുള്ള പ്രദേശങ്ങളെല്ലാം. അത് ഞാൻ അല്പം കഴിഞ്ഞ് വിശദമായിട്ട് പറയാം. അങ്ങനെ ഇത് നമ്മൾ അതിന്റെ സെന്റർ പാർട്ടായി കാണുമ്പോൾ ഇതിന്റെ വലതുവശത്തുള്ള ഭാഗമാണ് മെസോപ്പൊത്തേമിയ എന്ന് പറയുന്ന സ്ഥലം. മെസോപ്പൊത്തേമിയ എന്ന പ്രദേശത്തെ അതിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്, മെസോപ്പൊത്തേമിയ എന്ന് പറഞ്ഞാൽ ദി ലാൻഡ് ബിറ്റ്വീൻ ദ ടു റിവേഴ്സ് എന്നാണ്. രണ്ട് മഹാനദികൾക്കിടയിലുള്ള ഭൂപ്രദേശം എന്ന വാക്കിന്റെ അർത്ഥം. ആ നദികൾ നിങ്ങൾക്കറിയാം, അത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളാണ്. നദികൾ. ആ മെസോപ്പൊത്തേമിയ രണ്ട് ഭാഗങ്ങളാണ്. സദേൺ പാർട്ടിന്, അതിന്റെ തെക്കൻ ഭാഗത്തിന് പറയുന്ന പേരാണ് ബാബിലോൺ. വടക്കൻ പ്രദേശത്തിന് പറയുന്ന പേരാണ് അസീറിയ. മെസോപ്പൊത്തേമിയയുടെ തെക്ക് ഭാഗം ബാബിലോൺ, വടക്ക് ഭാഗം അസീറിയ. ഇപ്പോ സൈറോ പാലസ്റ്റൈൻ, മെസോപ്പൊത്തേമിയ. ഇനി ഈ മാപ്പിന്റെ ഇടതുവശത്ത് ഇതാണ് ഈജിപ്റ്റ് അല്ലെങ്കിൽ മിസ്രൈം. ഈ ഒരു ജോഗ്രാഫിക്കൽ ഏരിയ പഴയ നിയമം പഠിക്കുമ്പോൾ മനസ്സിലുണ്ടായിരിക്കണം. സീറോ പാലസ്റ്റൈൻ, വലതുവശത്ത് മെസോപ്പൊത്തേമിയ, ഇവിടെ ഈജിപ്റ്റ്. ഈ മൂന്ന് പ്രദേശങ്ങൾ നമ്മുടെ പഴയ നിയമത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. ഞാൻ പറഞ്ഞല്ലോ, മെസോപ്പൊത്തേമിയ എന്ന വാക്കിന്റെ അർത്ഥം ദ ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പ്രദേശത്തെ കുറിച്ച് പറയാനാണെങ്കിൽ, സദേൺ ഇറാഖ് മുതൽ നിങ്ങൾ പാർക്കുന്ന കുവൈറ്റ് വരെ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ മെസോപ്പൊത്തേമിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ആധുനിക കാലത്തെ സദേൺ ഇറാഖ് മുതൽ കുവൈറ്റ് വരെ ചേരുന്ന ഭാഗമാണ് പഴയ മെസോപ്പൊത്തേമിയ. ഈ മെസോപ്പൊത്തേമിയയുടെ പ്രത്യേകത എന്താണ്? എന്തിനാണ് ഈ മെസോപ്പൊത്തേമിയയെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞത്? ഇസ്രായേലിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്, ആരംഭം എന്ന് പറയുന്നത് അബ്രാമിനെ ദൈവം വിളിക്കുന്നതിലൂടെയാണല്ലോ. അപ്പൊ അബ്രാം എന്ന് പറയുന്ന ആള് ഈ മെസോപ്പൊത്തേമിയക്കാരനായിരുന്നു. ഇപ്പോഴത്തെ ഇറാഖിൽപ്പെട്ട ഊർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അബ്രാം വരുന്നത്. അപ്പൊ ആധുനിക ഇറാഖിലെ ഊർ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ നിന്നാണ് അബ്രാം വരുന്നത്. അപ്പൊ നിങ്ങൾ താമസിക്കുന്ന കുവൈറ്റ് പ്രദേശം ഉൾപ്പെടെയുള്ള മെസോപ്പൊത്തേമിയയുടെ പ്രദേശങ്ങളിൽ നിന്നാണ് അബ്രാമിനെ ദൈവം കൊണ്ടുവരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അല്ലെങ്കിൽ തേരഹും അബ്രാമും ഒക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ് അത്, ഈ ഊർ എന്ന് പറയുന്ന സ്ഥലം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആധുനിക ഇറാഖിലെ ബാഗ്ദാദ് റെയിൽവേയുടെ ഒരു സ്റ്റേഷനാണ് ഇന്നത്തെ കാലത്ത് ഊർ എന്ന് പറയുന്നത്. അത് വേദപണ്ഡിതന്മാരൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, ഈ മെസോപ്പൊത്തേമിയ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഊർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തേരഹും സംഘവും യാത്ര ചെയ്ത് വടക്കൻ പ്രദേശത്തോട്ട് വന്ന് ഇവിടെ പദൻ അരാം എന്ന് പറയുന്ന പ്രദേശത്തെ ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു. ഈ ഹാരാനിൽ നിന്നാണ് അബ്രാം കനാനിലേക്ക് വരുന്നത്. അപ്പൊ ഈ കനാനിലേക്ക് വന്ന അബ്രാം അവിടെ നിന്ന് മിസ്രൈമിലേക്ക് പോയതൊക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ ഈ വേദപുസ്തകത്തിന്റെ ചരിത്രം വളരെ പെട്ടെന്ന് ഈ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയിലൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വേദപുസ്തകം എന്ന് പറയുന്നത് നമ്മളൊന്ന് ശരിക്ക് ചിന്തിച്ചാൽ അതിലെ സംഭവങ്ങൾ മുഴുവൻ ഈ മൂന്ന് പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഇനി ഒരു വാക്ക് കൂടെ ഇവിടെ പഠിക്കാനുണ്ട്. അതിന് പറയുന്ന ആ വാക്ക് എന്ന് പറയുന്നത് ദി ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയും. ക്രസന്റ് നിങ്ങൾക്കറിയാം, ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല എന്നാണ്.
ഇപ്പോ ദി ലാൻഡ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്നത് വേദപണ്ഡിതന്മാർ പറയുന്ന കൊടുത്തിട്ടുള്ള ഒരു വാക്കാണ്. ദി ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്ന ഏരിയയാണ്. അതായത് ദി ലാൻഡ് ഓഫ് ദി ബൈബിൾ എന്ന് പറയുന്നത് ഈ ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കലയാണ് എന്ന് പറയും. ഞാനത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കി തരാം. ഇത് ആരംഭിക്കുന്നത് ആ ചന്ദ്രക്കലയുടെ അറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞു, ഇവിടെയാണ് ഈജിപ്റ്റ്, ഇവിടെ പാലസ്തീൻ, ഇവിടെ മെസപ്പൊത്തേമിയ. ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാനൊരു ചിത്രം പോലെ വരച്ച് കാണിക്കാം. ഇത് ഈജിപ്തിൽ നിന്ന് അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് മുകളിലേക്ക് വന്ന് പാലസ്തീൻ വഴി മെസപ്പൊത്തേമിയ വഴി പേർഷ്യൻ ഗൾഫ് വരെയുള്ള സ്ഥലമാണ്. അന്നത്തെ കാലത്ത് ഫലഭൂയിഷ്ഠത ഉണ്ടായിരുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഈജിപ്റ്റാണ്, മിസ്രൈമാണ്, ഇത് പേർഷ്യൻ ഗൾഫാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഫലഭൂയിഷ്ഠത ഉണ്ടായിരുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞ ഇതാണ്. ഞാനിനി പറയുന്നത് ശ്രദ്ധിക്കുക. അബ്രഹാമിനെ ദൈവം ഇവിടെ നിന്ന് വിളിച്ചു. അബ്രഹാം കനാനിൽ വന്നു, ഹാരാനിൽ നിന്ന് കനാനിൽ വന്നു, കനാനിൽ നിന്ന് ഈജിപ്റ്റ് വന്നു, ഈജിപ്തിൽ നിന്ന് തിരിച്ച് കനാനിൽ വന്നു. അബ്രഹാമിന് ഇസഹാക്ക് ഉണ്ടായി, ഇസഹാക്കിന് യാക്കോബ് ഉണ്ടായി. യാക്കോബിന്റെ അവസാന കാലത്ത് യാക്കോബ് വീണ്ടും തിരിച്ച് മിസ്രൈമിൽ വന്നു. 400 വർഷം കഴിഞ്ഞ് ദൈവം തമ്പുരാൻ ഇവരെ തിരിച്ച് വീണ്ടും ഇവിടെ കൊണ്ടുവന്നു. വേദപുസ്തകത്തിലെ ചരിത്രം മുഴുവൻ നടക്കുന്നത് ഈ പ്രദേശത്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു ചന്ദ്രക്കലയുടെ ഷേപ്പാണ് ഞാനിപ്പോൾ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ പഴയ നിയമം എന്ന് പറയുന്നത് നടന്നത് മുഴുവൻ, അതിലെ കംപ്ലീറ്റ് സംഭവങ്ങൾ ഈ പ്രദേശത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. ഈ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. ഇതിന്റെ ഏറ്റവും നടുക്കാണ് നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യം. ഇതിന്റെ ഒത്ത നടുക്കാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു രാജ്യമാണ്. ഇസ്രായേലിന്റെ വിസ്തൃതിയെ കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞാൽ 150 മൈൽ നീളമാണ്. 150 മൈലേ നീളമുള്ളൂ. വീതി എന്ന് പറയുന്നത് 75 മൈല് വീതിയാണ്. അതും ഏറ്റവും വീതിയുള്ള പ്രദേശത്ത് ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ ഇസ്രായേൽ. 150 മൈൽ നീളവും 75 മൈൽ വീതിയുള്ള ഒരു സ്ഥലമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നോർത്തേൺ പാർട്ട് എന്ന് പറയുന്നത് ലെബനോൻ പർവ്വത നിരകളാണ്. ഇതിന്റെ സൗത്ത് എന്ന് പറയുന്നത് ഈജിപ്ഷ്യയിലേക്ക് പോകുന്നിടത്തുള്ള മരുഭൂമിയാണ്. ഈ ഭാഗം എന്ന് പറയുന്നത് സേറോ അറേബ്യൻ ഡെസേർട്ടാണ്, മരുഭൂമിയാണ്. ഇവിടെ മെഡിറ്ററേനിയൻ കടലാണ്. ഇതിനിടയിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യം. അത് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആശയത്തിൽ നിന്ന് പഴയ നിയമത്തിലെ എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ഈ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ കുവൈറ്റുകാർക്ക് നിങ്ങൾ അതിന്റെ ഒരറ്റത്താണ് ഇപ്പോൾ താമസിക്കുന്നത് എന്ന് ഓർക്കുക. ഈ പ്രദേശത്ത് നിന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചുകൊണ്ട് വന്ന് ഈ ഏരിയയിലാണ് ഇസ്രായേലിന്റെ മുഴുവൻ ജീവിതം നടക്കുന്നത് എന്ന് അറിയുക. നമ്മൾ പ്രകാരം ഓരോ സ്ഥലവും പഠിക്കുമ്പോൾ നമുക്കതിനെ കുറിച്ച് മനസ്സിലാവും. ഈ 1100 വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട ഈ പുസ്തകം അത് എങ്ങനെയാണ് ക്രോഡീകരിച്ചത് അല്ലെങ്കിൽ കമ്പൈൽ ചെയ്തത് എങ്ങനെയാണ്? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കാനോൻ എന്ന വാക്ക്, ക്യാനൻ എന്ന വാക്ക്. നമ്മൾ കാനോൻ എന്നൊക്കെ പറയും, ക്യാനൻ. എന്തോ ഈ കാനോൻ എന്ന് പറഞ്ഞാൽ, കാനോനികവൽക്കരണം എന്ന് പറഞ്ഞാൽ, ഈ കാനൻ എന്ന വാക്കിന് 2 അർത്ഥങ്ങളാണ് ഉള്ളത്. അതിന്റെ ആരംഭകാലം മുതൽ 2 അർത്ഥങ്ങൾ. ഒന്ന്, കാനോൻ എന്ന വാക്കിന് മെഷറിംഗ് സ്റ്റിക്ക് എന്നൊരർത്ഥമുണ്ട്. മെഷറിംഗ് സ്റ്റിക്ക് നമുക്ക് അളവുകോൽ എന്ന് പറയാം, അളവുകോൽ എന്ന് പറയാം. അതുകൊണ്ട് ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ ഈ ക്യാനൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് റൂൾ ഓർ നോം ഓഫ് ഫെയ്ത്ത് എന്നായിരുന്നു അതിന്റെ അർത്ഥം. അതായത് വിശ്വാസത്തിന്റെ അളവുകോൽ എന്നായിരുന്നു അതിന്റെ അർത്ഥം. എന്നാൽ 4-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഈ വാക്ക് എ ലിസ്റ്റ് ഓഫ് ബുക്സ് സീക്രട്ട് ടു ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം പുസ്തകങ്ങൾക്ക് കൊടുത്ത പേരായി ക്യാനോൻ എന്ന വാക്ക്. ആദ്യം അതിനുണ്ടായിരുന്ന അർത്ഥം
ഒരു അളവുകോൽ എന്നായിരുന്നു. പിന്നീട് അതിന് കൊടുത്ത അർത്ഥം വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ഒരു ലിസ്റ്റ് എന്നായി, കാനോൻ എന്ന. എന്നാൽ 4-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴത്തേക്കും ഈ രണ്ട് ആശയങ്ങളെ കൂട്ടിച്ചേർത്ത കാനോൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് അടിസ്ഥാനപരമായ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റിനെയാണ് കാനോൻ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ പഴയ നിയമ കാനോൻ ഫൈനലായി രൂപപ്പെടുത്തിയത് AD 90 ഇന്നത്തെ ടെൽ അവീവിന് സമീപമുള്ള ജാമ്നിയ എന്ന സ്ഥലത്ത് വെച്ചാണ് എന്നാണ് കരുതപ്പെടുന്നത്. ജാമ്നിയ. അപ്പൊ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ നിയമം, നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന പഴയ നിയമം ഫൈനലി കാനോനികവൽക്കരിക്കപ്പെട്ടത്, കാനോനായി അംഗീകരിക്കപ്പെട്ടത് AD 90 ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിനടുത്തുള്ള ജാമ്നിയ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയ കൗൺസിലാണ് ഇത് അംഗീകരിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഏറ്റവും കുറഞ്ഞത് അതിന്റെ 2 വിഭാഗമെങ്കിലും, അതായത് തോറ എന്ന വിഭാഗവും പ്രവചന പുസ്തകങ്ങളും, ന്യായപ്രമാണവും പ്രവചന പുസ്തകങ്ങളും യേശുവിന്റെ കാലത്തിന് മുമ്പ് തന്നെ അംഗീകരിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഈ 3ാമത്തെ വിഭാഗമായ എഴുത്തുകളൂടെ ചേർത്തിട്ടാണ് ഇതെല്ലാം ഫൈനലായിട്ട് രൂപപ്പെട്ടത് AD 90 അപ്പൊ നമ്മുടെ കയ്യിലുള്ള പഴയ നിയമം എന്ന് പറയുന്ന പുസ്തകം ഔദ്യോഗിക കാനോനായി അംഗീകരിച്ചത് AD 90 അന്ന് മുതലാണ് ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇനി നമ്മൾ വേദപുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, യഹൂദന്മാരുടെ വേദപുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ പഴയ നിയമമാണ്. യഹൂദന്മാരുടെ വേദപുസ്തകത്തെയാണ്, അല്ലെങ്കിൽ ഹീബ്രു ബൈബിളിനെയാണ് നമ്മൾ പഴയ നിയമം എന്ന് പറയുന്നത്. യഹൂദന്മാർ അവരുടെ ബൈബിളിനെ വിളിക്കുന്ന പേര്, നമ്മുടെ വാക്കാണ് ഉപയോഗിക്കുന്നത്, അവരുടെ ഹീബ്രു ബൈബിളിനെ വിളിക്കുന്ന പേര് ടനാഖ് എന്നാണ്. TNK 3 വാക്കുകളുടെ അബ്രീവിയേഷൻ ആണ് TNK. അത് ചേർത്ത് വായിക്കാനായി A എന്ന വവല് കൂടെ ചേർത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതാണ് യഹൂദന്മാരുടെ വേദപുസ്തകം. അതിനെ ടനാഖ് എന്ന് വിളിക്കും, TNK. ഈ 3 വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്താൽ അവരുടെ ഫുൾ വേദപുസ്തകം നമുക്ക് കിട്ടും. അതിൽ ഒന്നാമത്തേതാണ് T ആണ് തോറ. അതെന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. 2 നബീം. 3 കെത്തുബീം. ഇതാണ് TNK, ടനാഖ് എന്നാണ് അവരുടെ പുസ്തകത്തിന്റെ പേര്. അതായത് അവരുടെ സമൂഹത്തിൽ ഈ 39 പുസ്തകങ്ങളുടെയും പ്രാധാന്യമനുസരിച്ച്, ആ സമൂഹത്തിൽ അവർ നൽകിയിരിക്കുന്ന പ്രാധാന്യം അനുസരിച്ചാണ് ആ പുസ്തകത്തിന്റെ ഓർഡർ. അപ്പൊ അതെന്താണെന്ന് ഞാൻ പറയാം. ആദ്യത്തേത്, ആ യഹൂദ സമൂഹത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന പുസ്തകങ്ങൾ തോറ എന്ന് പറയുന്നതാണ്. അതാണ് T ആദ്യം വന്നത്, ടനാഖിന്റെ T. തോറ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ന്യായപ്രമാണം എന്ന് പറയുന്നു. ന്യായപ്രമാണം വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളെയാണ് തോറ എന്ന് പറയുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളാണ് തോറ. ഇസ്രായേൽ സമൂഹത്തിൽ, യഹൂദ സമൂഹത്തിൽ ഇന്നും ഏറ്റവും പ്രാധാന്യം, പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തോറയ്ക്കാണ്. കാരണം ഈ ആദ്യത്തെ 5 പുസ്തകങ്ങളും എഴുതിയത് മോശയാണ് എന്നാണ് ആ സമൂഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ സമൂഹത്തിൽ മോശയുടെ പുസ്തകങ്ങൾക്കാണ് ഏറ്റവും പരമപ്രധാനമായ പ്രാധാന്യം. അതുകൊണ്ട് തോറ അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന മലയാളം വാക്ക്, അതാണ് യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേദഭാഗം.
അപ്പൊ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ആദ്യത്തെ 5 പുസ്തകം. അവരുടെ സമൂഹത്തിൽ രണ്ടാമത് സ്ഥാനം കൊടുക്കുന്നത് നെബീം എന്ന വിഭാഗത്തിനാണ്. നെബീം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ വാക്ക് ഹീബ്രു ആണെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ് നബി, പ്രവാചകൻ. നെബീം പ്ലൂറലാണ്, പ്രോഫറ്റ്സ് എന്നാണ്, പ്രവാചകന്മാർ എന്നാണ്, അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോ തോറ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, നെബീം പ്രവചന പുസ്തകങ്ങൾ. പലർക്കും ഇപ്പോൾ ഞാനൊരു വാക്ക് പറയുമ്പോൾ സംശയം തോന്നിയേക്കാം. പ്രവചന പുസ്തകങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ നേരിട്ട് കാണുകയോ സംവദിക്കുകയോ ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചും പറഞ്ഞും ഒക്കെ ക്ലാസ് എടുക്കായിരുന്നു. അതാണല്ലോ രസം. ഞാനിപ്പോ ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസിനെ നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുഖം കാണാനോ നിങ്ങളോട് സംവദിക്കാനോ കഴിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ റോബോട്ട് പോലെ പറയുന്നു എന്ന് മാത്രം. പ്രവചന പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാം, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചില കണക്കുകളുണ്ട്. ഏതൊക്കെയാണ് പ്രവചന പുസ്തകങ്ങൾ, എത്ര പുസ്തകങ്ങളുണ്ട്? ഇപ്പൊ ഞാൻ പറയുന്ന വാക്ക് കേൾക്കുക. നെബീം എന്ന് പറയുന്നത്, പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് 21 പുസ്തകങ്ങളാണ്. തോറ 5 പുസ്തകങ്ങൾ, നെബീം 21 പുസ്തകങ്ങളാണ്. അപ്പോ യഹൂദന്മാര് അവരുടെ നെബീം എന്ന വിഭാഗത്തിൽ 21 പുസ്തകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ അവര് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ പ്രവചന പുസ്തകങ്ങളെ ആദ്യം 2ആയി തിരിച്ചിരിക്കുന്നു. ആദ്യത്തേതിനെ ഫോർമർ പ്രോഫറ്റ്സ് എന്ന് പറയും. ഫോർമർ പ്രോഫറ്റ്സ്, മുൻകാല പ്രവാചകന്മാർ എന്നാണ് ആ പുസ്തകങ്ങളെ വിളിക്കുന്നത്. ഫോർമർ പ്രോഫറ്റ്സ്. അത് 6 പുസ്തകങ്ങളാണ്. അത് ഏതൊക്കെയാണ് ഞാൻ പറയും. ജോഷുവ, ജഡ്ജസ്, 1-2 ശാമുവേൽ, 1-2 രാജാക്കന്മാർ. ഇതാണ് ഫോർമർ പ്രോഫറ്റ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന പുസ്തകങ്ങൾ. ജോഷുവ, ന്യായാധിപന്മാർ, 1-2 ശാമുവേൽ, 1-2 രാജാക്കന്മാർ. 6 പുസ്തകങ്ങൾ ഫോർമർ പ്രോഫറ്റ്സ്. രണ്ടാമത്തെ വിഭാഗത്തെ ലാറ്റർ പ്രോഫറ്റ്സ് എന്ന് പറയും. ലേറ്റർ അല്ല, ലാറ്റർ, LATTER. ലാറ്റർ പ്രോഫറ്റ്സ്, പിൽക്കാല പ്രവാചകന്മാർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പിൽക്കാല പ്രവാചകന്മാർ. അത് 15 എണ്ണമാണ്. 15 എണ്ണം. അപ്പൊ അങ്ങനെ 15 6 21 പുസ്തകങ്ങൾ. ഇത് 6, ഇത് 15. 15 6 21 പുസ്തകങ്ങൾ. ഈ ലാറ്റർ പ്രോഫറ്റ്സിനെ വീണ്ടും 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗം മേജർ പ്രോഫറ്റ്സ്. മേജർ പ്രോഫറ്റ്സ് അത് 3 പേരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. യെശയ്യാവ്, ഇരമ്യാവ്, എസെക്കിയേൽ. ഐസയ, ജെറമ്യ ആൻഡ് എസെക്കിയേൽ. അതാണ് 3 മേജർ പ്രോഫറ്റ്സ്. ബാക്കിയുള്ളവരെ മൈനർ പ്രോഫറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. മൈനർ പ്രോഫറ്റ്സ് 12 പേർ. ഹോശയ, യോവേൽ, ആമോസ്, ഓബദ്യ, ജോന, മൈഖ, നഹൂം, ഹബക്കൂക്ക്, സെഫനയ, ഹഗായി, സഖരിയ, മലാഖി. അങ്ങനെ 12 പുസ്തകങ്ങളാണ് മൈനർ പ്രോഫറ്റ്സ്. അപ്പൊ നെബീം എന്ന് പറയുന്നത്, പ്രോഫറ്റ്സ് എന്ന് പറയുന്നതാണ് യഹൂദന്മാരുടെ കൂട്ടത്തിലെ രണ്ടാമത്തെ പ്രാധാന്യമുള്ള പുസ്തകങ്ങൾ. അത് 21 എണ്ണമാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തേത് ഫോർമർ പ്രോഫറ്റ്സ് 6 എണ്ണം. ജോഷുവ, ജഡ്ജസ്, 1 and 2 ശാമുവേൽ, 1 and 2 കിങ്സ്. ലാറ്റർ പ്രോഫറ്റ്സ് 15 എണ്ണമാണെന്ന് പറഞ്ഞു. അത് 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. മേജർ പ്രോഫറ്റ്സ് 3 എണ്ണം. ഐസയ, ജെറമ്യ, എസെക്കിയേൽ. മൈനർ പ്രോഫറ്റ്സ് 12 എണ്ണം. ഹോശയ മുതൽ മലാഖി വരെ. ഇനി യഹൂദ സമൂഹത്തിൽ 3ാമത്തെ പ്രാധാന്യമുള്ളതാണ് കെത്തുബീം. കെത്തുബീം എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ്സ് എന്നാണ്. റൈറ്റിംഗ്സ് 13 പുസ്തകങ്ങൾ. 13 പുസ്തകങ്ങൾ. സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, ഇയ്യോബ്, സോങ് ഓഫ് സോളമൻ, റൂത്ത്, ലെമന്റേഷൻസ്, എക്ലീസിയാസ്റ്റസ്, എസ്തർ, ഡാനിയൽ, എസ്ര, നെഹമ്യ, 1 and 2 Chronicles,
ഞാൻ ദാനിയേൽ എന്ന് പറഞ്ഞപ്പോ ചിലരെങ്കിലും ഓർത്ത് കാണിക്കൂ, ദാനിയേൽ പ്രവാചകനല്ലേ? യഹൂദന്മാരുടെ വേദ ക്രമീകരണം അനുസരിച്ച് ദാനിയേൽ പ്രവചന പുസ്തകമല്ല, അത് റൈറ്റിംഗ്സിന്റെ കൂട്ടത്തിലുള്ളതാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ പലവക എന്ന് വിളിക്കാം. പലവക എല്ലാം കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്. യഹൂദന്മാരുടെ വേദപുസ്തകം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം തോറ, മോശയുടെ പുസ്തകങ്ങൾ, പിന്നെ നെവീം പ്രോഫിറ്റ്സ്, പിന്നെ കെത്തുബീം. അപ്പൊ TNK ഇതാണ് യഹൂദന്മാരുടെ പുസ്തകം. ടനാഖ് എന്നാണ്. ഈ പുസ്തകം തന്നെയാണ് നമ്മുടെ പഴയ നിയമം. ഓർഡറിൽ നമുക്ക് വ്യത്യാസമുണ്ട്. നമ്മുടെ ഓർഡറിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം തോറായും പിന്നെ കെത്തുബീമും പിന്നെ നെവീമുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പുസ്തകം അങ്ങനെയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ നിയമം എടുത്ത് നോക്കിയാൽ കാണാം, ആദ്യം തോറ, പിന്നെ റൈറ്റിംഗ്സ് കെത്തുബീം, പിന്നെയാണ് നെവീം കൊടുത്തിരിക്കുന്നത്. ഇനി പഴയ നിയമവും ക്രിസ്ത്യാനികളും, ഞാൻ അങ്ങനെ ഒരു ടോപ്പിക്ക് പറയാൻ കാരണം ഈ നാളുകളിലൊക്കെ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സംശയം കാരണമാണ്. ദി ഓൾഡ് ടെസ്റ്റമെന്റ് ആൻഡ് ദി ക്രിസ്ത്യൻ. ഇക്കാലത്ത് ചില ഭക്തര് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പഴയ നിയമം നമുക്ക് ആവശ്യമില്ലെന്നാണ്. പുതിയ നിയമമാണ് ക്രിസ്ത്യാനിയുടെ വേദപുസ്തകം എന്ന അങ്ങനെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. പഴയ നിയമം നമുക്ക് ആവശ്യമേ ഇല്ല. ഞാൻ അതിനെ ഒരുപാട് ഉത്തരങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ അതൊന്നും ഈ ക്ലാസ്സിൽ ഒരു ചെറിയ സെഷനിലൊന്നും പറഞ്ഞു തീർക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ഓൾഡ് ടെസ്റ്റമെന്റ്, അവർ ഓൾഡ് ടെസ്റ്റമെന്റ് വാസ് ദ ബൈബിൾ ഓഫ് ജീസസ്. യേശുവിന്റെ മാത്രമല്ല, അവർ ഓൾഡ് ടെസ്റ്റമെന്റ് വാസ് ദ ബൈബിൾ ഓഫ് ജീസസ്, ദി അപ്പോസിൽസ്, ദി early church and the writers of the gospels and epistles. നമ്മുടെ കയ്യിലുള്ള പഴയ നിയമമാണ് യേശു കർത്താവിന്റെ വേദപുസ്തകം, അപ്പോസ്തലന്മാരുടെ വേദപുസ്തകം, ആദിമ സഭയുടെ വേദപുസ്തകം, സുവിശേഷവും ലേഖനങ്ങളും ഒക്കെ എഴുതിയവരുടെ വേദപുസ്തകം എല്ലാം നമ്മുടെ കയ്യിലുള്ള പഴയ നിയമമാണ്. യേശു കർത്താവ് പഴയ നിയമത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എത്രയോ കൊട്ടേഷൻസ് നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയും. പക്ഷെ നമുക്ക് പലപ്പോഴും അതിന് അർത്ഥം മനസ്സിലാകാം. സാധാരണക്കാരൻ വായിക്കുമ്പോൾ അതിന് അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഒറ്റ ഉദാഹരണം പറയട്ടെ. പർവ്വത പ്രസംഗം, കർത്താവിന്റെ പർവ്വത പ്രസംഗത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം നമ്മളെല്ലാവരും വായിക്കുന്ന ഒരു വാചകമാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ മോശയോ പ്രവാചകന്മാരെയോ നീക്കാൻ വന്നതല്ല എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ആർക്കും എന്താണെന്ന് സാധാരണക്കാരന് മനസ്സിലാകത്തില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞപ്പോ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം മനസ്സിലായി കാണും യേശു എന്താ ഉദ്ദേശിച്ചെന്ന്. മോശയെയോ പ്രവാചകന്മാരെയോ നീക്കാനല്ല ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ, മോശ എന്ന് പറയുന്നത് തോറയാണ്, തോറ. പ്രവാചകന്മാർ നെബീം. നമ്മളിപ്പോൾ പറഞ്ഞ പുസ്തകത്തിലെ തോറായെയോ നെബീമിനെയോ മാറ്റാൻ ഞാൻ വന്നതല്ല, അതിനെ നിവർത്തിക്കാൻ വന്നതാണ്, അത് ചെയ്തു കാണിക്കാൻ വന്നതാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. ക്രിസ്ത്യാനികൾ പഴയ നിയമം വേണ്ട എന്ന് പറയുന്നവര് യേശു പറഞ്ഞ വേദപുസ്തകം വേണ്ട എന്നാണ് പറയുന്നത് എന്ന് ഓർക്കുക. ഞാൻ തോറായെയോ നെബീമിനെയോ മാറ്റാൻ വന്നതല്ല. ചില വാക്യങ്ങൾ ഞാൻ പറയാം. ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. മലയാളത്തിൽ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാവില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മത്തായി 22:40 അവിടെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട് ഓൾ ദ തോറ ആൻഡ് നെവീം. ലൂക്കോസ് 10:20 യേശുവിന്റെ അടുത്ത് വന്ന ചെറുപ്പക്കാരനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, ന്യായപ്രമാണം എന്തു പറയുന്നു, തോറ എന്തു പറയുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 29-ാം വാക്യം. ലാസർ എന്ന പാവപ്പെട്ടവൻ മരിച്ച് സ്വർഗത്തിൽ ചെന്ന് അബ്രഹാം പിതാവിന്റെ മടിയിലിരിക്കുമ്പോ ഈ ധനവാന്റെ ഒരാഗ്രഹമാണ്, ആ ലാസറിനെ എൻ്റെ വീട്ടിലോട്ടൊന്ന് അയച്ചായിരുന്നെങ്കിൽ
എൻ്റെ സഹോദരന്മാരെങ്കിലും രക്ഷപ്പെട്ടേനെ എന്ന്. അപ്പൊ യേശു പറയുന്നൊരു വാചകമാണ്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അത് വായിച്ചാൽ അവൻ ഗുണപ്പെടുമെങ്കിൽ ഗുണപ്പെട്ടാൽ മതി. അർത്ഥം മനസ്സിലായോ? അവർക്ക് തോറായും നബീമും ഉണ്ടല്ലോ എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഴയ നിയമം എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ബൈബിളായിരുന്നു, അപ്പോസ്തലന്മാരുടെ ബൈബിളായിരുന്നു, ആദിമ സഭയുടെ ബൈബിളായിരുന്നു. ഇനി ഞാൻ മറ്റൊരു തരത്തിൽ ആ വാചകം പറയാം. യേശു യേശുവായത്, അപ്പോസ്തലന്മാർ അപ്പോസ്തലന്മാരായത്, ആദിമ സഭ യഥാർത്ഥ സഭയായത് ആ വേദപുസ്തകം പഠിച്ചിട്ടും പ്രസംഗിച്ചിട്ടുമാണ്. മറക്കരുത്. അതുകൊണ്ട് പഴയ നിയമം എന്ന് പറയുന്നത് എന്തുമാത്രം പ്രാധാന്യത്തോടെ നമ്മൾ പഠിക്കേണ്ടതാണ് എന്ന് ഓർക്കുക. ഇത്രയും ആമുഖമായി ഈ അരമണിക്കൂർ കൊണ്ട് എന്താണ് പഴയ നിയമം എന്നതിനെ കുറിച്ച് ഓടിച്ച് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് വേദപുസ്തകം, പ്രത്യേകിച്ച് പഴയ നിയമം എന്ന കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇത്രയും ശക്തമായി ഇതിനെക്കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല, മാർത്തോമാക്കാരന്റെ ഭരണഘടന, മാർത്തോമാ സഭയുടെ ഭരണഘടന വ്യക്തമായി ഭരണഘടനയിൽ പറയുന്നുണ്ട്, 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ ആധുനിക ചില ക്രിസ്ത്യാനികൾ അവിടെ എവിടെയും പോയി വല്ലതുക കേട്ടേച്ച് വന്നേച്ച് പറയും, പഴയ നിയമം നമുക്ക് വേണ്ട, പുതിയ നിയമമാണ് നമ്മുടെ വേദപുസ്തകം. അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമം പഠിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകളെല്ലാം പഴയ നിയമ പുസ്തകങ്ങളിലൂടെ ഒരു യാത്രയാണ്. 3 കാറ്റഗറി ആണെന്ന് മനസ്സിലായല്ലോ, തോറ, നബീം, കെത്തുബി. അപ്പൊ നമുക്ക് ഇതെല്ലാ പുസ്തകങ്ങളും 39 പുസ്തകങ്ങളും ഈ 8 ദിവസം കൊണ്ട് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. എന്നാൽ എല്ലാ വിഭാഗത്തിൽ നിന്നും ചില ടെക്സ്റ്റുകൾ എടുത്ത് അത് നമ്മളെ പഠിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിന് ദൈവോന്മുഖമായി ജീവിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ പഠിപ്പിക്കകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പഠനയാത്രയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓരോ സെക്ഷനിലും തോറായിൽ നിന്നും ചില ഭാഗങ്ങൾ, നബീമിൽ നിന്നും ചില ഭാഗങ്ങൾ, കെത്തുബീമിൽ നിന്നും ചില ഭാഗങ്ങൾ ഒരുമിച്ച് പഠിച്ച് ധ്യാനിച്ച് നമ്മുടെ ഈ കോഴ്സ് അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഞാൻ ഈ പഠനം തയ്യാറാക്കുന്നത്. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായ ഒരു സമയാനുക്രമത്തിലാണ് നമ്മുടെ പഠനം ക്രമീകരിക്കുക. ഓരോ പുസ്തകത്തിന്റെയും ഒരു ചരിത്ര സമയം പറഞ്ഞ് താഴോട്ട് വന്ന് നമ്മൾ ആ പുസ്തകങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇസ്രായേലിന്റെ ജീവിതത്തിന്റെ ഒരു ചരിത്രം മുഴുവൻ പഠിക്കാം. മുമ്പേ ജോഗ്രഫി മുഴുവൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ ചരിത്രവും കൾച്ചറും എല്ലാം ഈ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി ഇവന്റ്സ്, അതാണ് നമ്മുടെ പഠനത്തിന്റെ പ്രത്യേകത. മാത്രമല്ല 3 വിഭാഗങ്ങളെ നമ്മൾ സ്പർശിക്കുകയും ചെയ്യും, തോറ, നബീം, കെത്തുബി. നമുക്ക് വളരെ വേഗം പുസ്തകത്തിലേക്ക് പ്രവേശിച്ച് ഇന്ന് വായിച്ച വേദഭാഗത്തെ, ഇത്രയും പെട്ടെന്ന് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും നമുക്ക് ഇന്ന് വായിച്ച വേദഭാഗത്തെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടൊരു അവസരം കിട്ടുകയാണ്. ഉൽപ്പത്തി പുസ്തകം, തോറയിലെ ആദ്യത്തെ പുസ്തകം, ജനസിസ്, ആരംഭങ്ങളുടെ പുസ്തകം. എന്താണ് ആരംഭം? എല്ലാറ്റിന്റെയും ആരംഭത്തെ കുറിച്ച് പറയുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകത്തെ 2ആയിട്ടാണ് പണ്ഡിതന്മാർ തിരിച്ചിരിക്കുന്നത്. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ, 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ. അപ്പൊ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളും 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ, ഇങ്ങനെ 2 വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ 2 വിഭാഗങ്ങൾക്കും പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള പേര് ഞാനൊന്ന് പറയാം. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾക്ക് പ്രീ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. പ്രീ ഹിസ്റ്ററി. പ്രീ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രൈമീവൽ ഹിസ്റ്ററി എന്ന് പറയാം. പ്രൈമീവൽ ഹിസ്റ്ററി.
ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് കാണാൻ ഒക്കുമെന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. എന്നാലും ഞാൻ ഒന്ന് എഴുതി വെക്കാം. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ പ്രീ ഹിസ്റ്ററി എന്ന് പറയും, അല്ലെങ്കിൽ പ്രൈമീവൽ ഹിസ്റ്ററി എന്ന് പറയും. എന്താണ് ഈ പ്രീ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ? അത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കോളേജില് 11, 12 ക്ലാസ്സുകൾ കോളേജിലായിരുന്നു. അതിന്റെ പേര് പ്രീ ഡിഗ്രി എന്നായിരുന്നു. പ്രീ ഡിഗ്രി സ്കൂളിലല്ലായിരുന്നു അന്ന് പ്രീ ഡിഗ്രി, അന്ന് കോളേജിലാണ്. അപ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് ആണ്, പക്ഷെ അതിന്റെ പേര് പ്രീ ഡിഗ്രി എന്നാണ്. പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആണോ അല്ല, ഡിഗ്രി അല്ലേ ആണ് എന്ന് പറയുന്ന ഒരു കോഴ്സായിരുന്നു പ്രീ ഡിഗ്രി. കുറെ കാലം കഴിഞ്ഞ് അത് കോളേജിൽ നിന്ന് എടുത്ത് സ്കൂളിൽ തന്നെ ഇട്ടു. അതിന്റെ പേരും ഒക്കെ മാറിപ്പോയി, +1 എന്നും +2 എന്നും ഒക്കെ ആയിപ്പോയി. അപ്പൊ ഇത് തന്നെയാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ 11 അധ്യായങ്ങളുടെ പ്രത്യേകത. പ്രീ ഹിസ്റ്ററി. ഹിസ്റ്ററി ആണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ ഹിസ്റ്ററി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഓരോ സംഭവങ്ങളും പിന്നെ ഹിസ്റ്റോറിക്കലായി നിരനിരയായി എഴുതിയിരിക്കുന്ന ഭാഗമല്ല ആദ്യത്തെ 11 അധ്യായങ്ങൾ. പിന്നെ എന്താണ് ഈ 11 അധ്യായങ്ങളുടെ പ്രത്യേകത? എല്ലാറ്റിൻ്റെയും ഉൽപ്പത്തിയെ കുറിച്ച് പറയാനാണ്, ഒറിജിൻസിനെ കുറിച്ച് പറയാനാണ്. ആ പുസ്തകം തുടങ്ങുന്നതിന്റെ ഹീബ്രു ഭാഷയിൽ തന്നെ ബെറഷീത് ബാറ എലോഹിം എന്ന് പറഞ്ഞാൽ, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞാണ് ആദ്യത്തെ വാചകം. ബെറഷീത് ബാറ എലോഹിം. ഹീബ്രുവിൽ അങ്ങനെയാണ് ആ പുസ്തകം തുടങ്ങുന്നത്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്. വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ്. എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ് ആരംഭത്തിൽ എന്ന്. ഇൻ ദ ബിഗിനിങ് എന്നാണത് ടൈം ഇമ്മെമ്മോറിയൽ ആണ്. ഈ ആധുനിക കാലത്ത് ചില ആളുകൾ ഭൂമിയുടെയൊക്കെ പഴക്കം പറഞ്ഞ മില്യൺസ് ഓഫ് ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലർ ഞെട്ടിപ്പോവും, പേടിച്ചു നമ്മൾ. കാരണം നമുക്ക് അറിയാവുന്ന അബ്രഹാം എന്ന് പറയുന്നത് ഏതാണ്ട് 2000 BC ആണെന്നൊക്കെ നമുക്കൊരു കണക്കറിയാം. അബ്രഹാമിനെ കുറിച്ച് 12-ാം അധ്യായത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. അതിനു മുമ്പ് ആകെ 11 അധ്യായമേ ഉള്ളൂ. അപ്പൊ നമ്മളെല്ലാം കൂടെ കണക്ക് കൂട്ടി ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12,500 വർഷമേ പഴക്കമുള്ളല്ലോ. അപ്പൊ ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ അത് മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് ഉണ്ടായതാണെന്ന് പറയുമ്പോൾ അയ്യോ നമ്മുടെ വേദോസം തെറ്റാണോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയല്ല, ആദ്യത്തെ 11 അധ്യായങ്ങൾ അതുകൊണ്ടാണ് പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് ഇപ്പോ ലോകത്തിൽ പണ്ഡിതന്മാർ പറയാണ് 100 കോടി വർഷം മുമ്പാണ് ഭൂമി ഉണ്ടായെന്ന് പറഞ്ഞാൽ അന്നത്തെ കാര്യമായി പറയുന്നത്. ഇൻ ദ ബിഗിനിങ്. ഇൻ ദ ബിഗിനിങ് എന്നാണോ ആരംഭം അന്ന്. 10,000 വർഷം മുമ്പാണോ അന്ന്. 1,00,000 വർഷം മുമ്പാണോ അന്ന്. 1 കോടി വർഷം മുമ്പാണോ അന്ന്. അതാണ് വേദോസം. ഇൻ ദ ബിഗിനിങ്. ബെറഷീത്. അപ്പോ ആദ്യത്തെ 11 അധ്യായങ്ങൾ നമ്മളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ചരിത്രമല്ല. അതായത് 1, 2, 3 ഓഗസ്റ്റ് 1-ാം തീയതി അല്ലെ ഓഗസ്റ്റ് 2-ാം തീയതി, ഓഗസ്റ്റ് 3-ാം തീയതി അങ്ങനെയുള്ള ചരിത്രമല്ല 11 അധ്യായങ്ങൾ. എന്നാൽ കെട്ടുകഥയാണോ? അല്ല. ലോകത്തിൽ നടന്നതിനെയെല്ലാം ആ ഇവന്റുകളെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് 11 അധ്യായങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് എന്താണ് എല്ലാറ്റിന്റെയും ഉൽപ്പത്തി, എല്ലാറ്റിന്റെയും ഒറിജിൻ. ഫോർ എക്സാമ്പിൾ, ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ്, origin of the solar system, origin of the atmosphere and the hydrosphere, origin of life on earth, marriage and first human family, origin of nations, origin of cultures, origin of languages, origin and spread of evil. എല്ലാം ഈ ആദ്യത്തെ 11 അധ്യായങ്ങളുണ്ട്. എല്ലാറ്റിന്റെയും ആരംഭത്തെ. ഈ എല്ലാ പുരാതന സംസ്കാരങ്ങളിലും ലോകോൽപ്പത്തിയെ കുറിച്ചുള്ള ഐതിഹ്യകഥകളൊക്കെ ഉണ്ട്. ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിലും അങ്ങനെ വലിയ അഭിപ്രായ ഐക്യമൊന്നും ഉണ്ടായിട്ടില്ല. അത് ഐതിഹ്യമാണോ, കെട്ടുകഥയാണോ, ചരിത്രമാണോ തുടങ്ങിയ ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. ഈ മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്നും കണ്ടെടുത്ത ലിഖിതങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സത്യം, വേദപുസ്തകത്തിലെ സൃഷ്ടികഥകളുമായി വളരെയധികം സാമ്യമുള്ള സൃഷ്ടികഥകൾ ആ സംസ്കാരങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് മെസപ്പൊത്തേമിയൻ സംസ്കാരത്തിലൊക്കെ ഉണ്ടായിരുന്നു. അവയെല്ലാം വേദപുസ്തകം രചിക്കപ്പെടുന്നതിന് വളരെ മുമ്പേ ഉള്ളവയാണ് താനും. എന്നാൽ വേദപുസ്തകം എഴുത്തുകാർ ഒരു പക്ഷേ അവയെ ഉപയോഗപ്പെടുത്തി കാണുമായിരിക്കാം. പക്ഷെ വേദപുസ്തകം ശക്തമായി പറയുന്നവർ പഠിപ്പിക്കാം,
ദൈവമാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്. എല്ലാറ്റിന്റെ ആരംഭത്തിൽ ദൈവം തമ്പുരാൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. മനുഷ്യന്റെ സൃഷ്ടികഥയുടെ ഒന്നാം ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ച് കേട്ടത്. നമുക്കൊരു 15 മിനിറ്റോടെയാണ് ഇന്ന് അവശേഷിക്കുന്നത്. ഈ 15 മിനിറ്റ് കൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കാം. നമ്മുടെ ആദ്യത്തെ എക്സിജീസിസ് ആണ്, ആദ്യത്തെ വേദഭാഗമാണ് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ച് കേട്ടത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വേദപുസ്തകം നൽകുന്ന വളരെ വിശിഷ്ടമായ ചില സൂചനകളാണ് നമ്മൾ ഇന്ന് വായിച്ച് കേട്ടത്. അതായത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ 6 ഘട്ടങ്ങളിലായി 6 ദിവസം കൊണ്ടാണ് ദൈവം തന്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയത് എന്ന് കാണാം. ആ ഓരോ ദിവസത്തെ 1-ാം ദിവസത്തെ സൃഷ്ടിപ്പ്, 2-ാം ദിവസത്തെ സൃഷ്ടിപ്പ്, 3-ാം ദിവസത്തേത്, ഇതെല്ലാം കഴിയുമ്പോൾ എല്ലാ ദിവസങ്ങളിലെയും സൃഷ്ടി നമ്മളൊന്ന് വായിച്ചു നോക്കുക. ആ വായിച്ചു നോക്കുന്നതെല്ലാം ഇങ്ങനെ കാണാം. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, അവയുണ്ടായി. ആദ്യത്തെ 5 ദിവസങ്ങളിലെ സൃഷ്ടിപ്പിൽ, ഞാൻ വീണ്ടും പറയുന്നു, 6 ദിവസം കൊണ്ട് ഒരു പാറ്റേൺ ആയിട്ടാണ് സൃഷ്ടികഥ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 5 ദിവസത്തെ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ദൈവം കൽപ്പിച്ചു, ഉണ്ടായി. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ഉണ്ടായി. എന്നാൽ 6-ാം ദിവസം, അതായത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ഒരാലോചന നടന്നതായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കാണുന്നത്. അതുവരെ ആദ്യത്തെ 5 ദിവസം നിങ്ങൾ നോക്കിക്കോളൂ, വായിച്ചു നോക്കിക്കോളൂ. ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു, ഉണ്ടായി. പക്ഷെ 6-ാം ദിവസം ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ലെറ്റസ് മേക്ക് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. ലെറ്റസ് മേക്ക് ആ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മുടെ സാദൃശ്യപ്രകാരം സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നാണ് വാക്യം 27. ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും അതുകൊണ്ട് തന്നെ ഒരുപാട് ചർച്ചകൾക്ക് വിഷയമായതുമായ ഒരു വേദഭാഗമാണ്. അവ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നാം അല്ലെങ്കിൽ നമ്മുടെ, ലെറ്റസ് എന്ന ബഹുവചന പ്രയോഗമാണ് ഒരു തർക്ക വിഷയം. ഈ പുരാതന കാലം മുതൽ യഹൂദ പണ്ഡിതന്മാര് അത് ദൈവം ദൂതന്മാർ ഉൾപ്പെടുന്ന സ്വർഗീയ സൈന്യങ്ങളോടാണ് പറയുന്നത് എന്നാണ് വാദിക്കുന്നത്. ഇൻ എ ഹെവൻലി കോർട്ട്, വേദവസം നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിൽ അങ്ങനെ കോർട്ട് നടക്കുന്നതായിട്ട് നമുക്ക് പലയിടത്തും വായിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഇയ്യോബിന്റെ പുസ്തകം, ഹെവൻലി കോർട്ട്, ദൈവം ദൂതന്മാരുമായിട്ടൊക്കെ ഇങ്ങനെ ചർച്ച നടത്തുന്ന അനുഭവങ്ങൾ നമുക്ക് വേദവസത്തിൽ വായിച്ചാൽ കഴിയും. അപ്പൊ ഈ യഹൂദ പണ്ഡിതന്മാരെല്ലാം ഈ ലെറ്റസ് മേക്ക് എന്ന വാക്കിന് അതൊരു ഹെവൻലി കോർട്ടിലെ ഡിസ്കഷൻ ആയിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ ഈ ക്രൈസ്തവ പണ്ഡിതന്മാര് ഇത് തൃത്വ ദൈവം എന്ന ട്രിനിറ്റിയോടാണ് ഇതിനെ ഉപമിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തമ്മിലുള്ള കൺസൾട്ടേഷൻ ആണ് എന്നാണ് ക്രിസ്ത്യൻ സ്കോളേഴ്സ് അതിനെക്കുറിച്ച് വാദിക്കുന്നത്. ഇനി വേറൊരു വാദമുള്ളത്, ഇതൊരു രാജകീയ ബഹുമതി പ്രയോഗമാണ്, പ്ലൂറൽ ഓഫ് റോയൽ മജസ്റ്റി. നമ്മുടെ തിരുമേനിമാരൊക്കെ പറയും നാം എന്ന് പറയത്തില്ലേ, നാം, നമ്മുടെ എന്ന് പറയത്തില്ലേ, പ്ലൂറൽ ഓഫ് റോയൽ മജസ്റ്റി. അങ്ങനെ ദൈവം പറയുകയാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളൊക്കെയാണ്. അങ്ങനെ പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ദൈവസന്നിധിയിലെ സ്വർഗീയ സൈന്യങ്ങളുടെ സാന്നിധ്യം വേദപുസ്തകത്തിൽ ധാരാളം പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നതിനാലും ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാവുന്നതായ ഉദാഹരണം
മറിയയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതനെ ദൈവം അയച്ചു എന്ന് എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ട് സ്വർഗീയ സൈന്യങ്ങളുടെ ഒരു സാന്നിധ്യവും വേദപുസ്തകത്തിൽ ധാരാളം പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടും മനുഷ്യ സൃഷ്ടികളിലെ അല്ലെങ്കിൽ ദൈവ സൃഷ്ടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ സൃഷ്ടിയെ പറ്റി സ്വർഗത്തിൽ നടത്തുന്ന ഒരു ആലോചനയായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നത്. ദൈവം മറ്റെല്ലാം സൃഷ്ടിച്ചതിനേക്കാൾ കുറെ കൂടെ കൃത്യതയോടെ, വളരെ ആലോചനയോടുകൂടെ, കൺസൾട്ടേഷനോടുകൂടെ ആണ് മനുഷ്യൻ എന്ന വർഗത്തെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത്. ഇത് നമ്മൾ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കി. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഇക്കോളജിയൊക്കെ പറഞ്ഞു വരുമ്പോൾ എല്ലാ സൃഷ്ടികളും ഒരുപോലെയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഓഫ് കോഴ്സ് വിശുദ്ധ വേദോസം പറയുന്നു എവ്രിതിങ് ഇസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചതിന് കുറെ കൂടെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സൃഷ്ടിയുടെ മകുടം എന്ന വാക്കൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ആലോചന എന്ന് പറയുന്നത് വളരെ അധികം ചിന്തയോടുകൂടെ, ആശയങ്ങളോടുകൂടെ, ആഗ്രഹങ്ങളോടുകൂടെ ഒക്കെയാണ് മനുഷ്യനെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ച് ആക്കി വെച്ചത്. ഇനി അടുത്തൊരു തർക്ക വിഷയമാണ് ഈ സ്വരൂപവും സാദൃശ്യവും. അത് ഹീബ്രു ഭാഷയിലെ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. ഈ സ്വരൂപവും സാദൃശ്യവും പല ചർച്ചകളുണ്ട്. അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശാരീരിക രൂപ സമാനതയെ കുറിച്ചാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അതായത് ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപം പോലെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് അക്കൂട്ടർ വാദിക്കുന്നത്. എന്നാൽ അങ്ങനെ വാദിച്ചാൽ മനുഷ്യരുടെ ഇടയിലുള്ള ഈ രൂപവ്യത്യാസങ്ങൾക്ക് നമ്മൾ യുക്തമായ മറുപടി പറയേണ്ടി വരും. കൂടാതെ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന വാക്യത്തിന് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾക്ക് വരെ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതായത് ദൈവത്തിന്റെ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ പുരുഷന്മാർ തമ്മിലുള്ള വ്യത്യാസവും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഇനി മറ്റൊരു വിശദീകരണം ഉള്ളത്, ഈ സ്വരൂപം എന്ന് പറയുന്നത്, ഇമേജ് എന്ന് പറയുന്നത് മനുഷ്യന്റെ വ്യക്തിത്വം തുടങ്ങി ദൈവത്തോടുള്ള സ്വാഭാവികമായ സാമ്യവും, നാച്ചുറൽ റിസംബ്ലൻസ്, സാദൃശ്യം അല്ലെങ്കിൽ ലൈറ്റ്നസ്, മനുഷ്യന് ദൈവവുമായുള്ള അമാനുഷികമായ കൃപകളുടെ സൂപ്പർ നാച്ചുറൽ ഗ്രേസസ് സാമ്യവുമാണ് എന്നാണ് പറയുന്നത്. ഇവിടെയും മനുഷ്യരുടെ ഇടയിൽ തന്നെയുള്ള അപാരമായ അന്തരങ്ങൾക്ക് നമ്മൾ തൃപ്തിപരമായി മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിധത്തിലാണ്. അതായത് മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ വ്യക്തമായ ഒരു പദ്ധതിയും ഒരു രൂപരേഖയും ഉണ്ടായിരുന്നു. ഞാൻ അതിനെ ഇങ്ങനെയാണ് വിളിക്കുന്നത് എ ഡിവൈൻ ബ്ലൂ പ്രിന്റ് എന്നാണ്. എ ഡിവൈൻ ബ്ലൂ പ്രിന്റ് അബൌട്ട് ഹ്യൂമാനിറ്റി. ദൈവത്തിന്റെ മനസ്സിൽ വ്യക്തമായ ഒരു പദ്ധതിയും ഒരു രൂപരേഖയും. ആ രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലാതെ ദൈവത്തിന്റെ ശാരീരിക സാദൃശ്യത്തിലാണ്. അതുകൊണ്ട് ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമാനിറ്റി അക്കോർഡിംഗ് ടു ദ ബ്ലൂ പ്രിന്റ് ദാറ്റ് ഗോഡ് ഹാഡ് ഇൻ ഹിസ് മൈൻഡ് എന്നാണ് ഞാൻ ഈ ഭാഗം വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കുറിച്ച് ദൈവത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, അതാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. സി കെ മാത്യച്ചനെ കുറിച്ച് ദൈവത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, അതാ സി കെ മാത്യച്ചൻ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോ ഈ ഒരു വലിയ പ്രത്യേകത ദൈവം തന്റെ മനസ്സിലുണ്ടായിരുന്നു രൂപമനുസരിച്ച്, ആഗ്രഹമനുസരിച്ച് നമ്മെ സൃഷ്ടിച്ചതാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മള് മനുഷ്യരെന്ന പേരിൽ ജീവനോടിരിക്കുന്ന നമ്മൾ എല്ലാവരും അത്യന്താപേക്ഷിതമായി ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെക്കാൾ മഹത്തരമായി വളരെ വ്യക്തമായ ആലോചനയോടുകൂടെയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത്.
നമ്മുടെ ക്രിയേഷൻ എന്ന് പറയുന്നത് ആക്സിഡന്റൽ അല്ല, അങ്ങനെ അങ്ങ് വന്നു പോയതല്ല. ക്രിയേഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ആക്സിഡന്റൽ. വ്യക്തമായ പ്ലാനോടെ, ആലോചനയോടെ, ചർച്ചയോടെ ദൈവം ഉണ്ടാക്കിയ പ്രോജക്റ്റാണ്. രണ്ടാമത്തെ കാര്യം, നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും വേറൊരാൾ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും നമ്മൾ ഭാരപ്പെടുകയോ ചിന്തിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദി ബ്ലൂ പ്രിന്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ചിന്ത അനുസരിച്ചാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഇനി അടുത്തൊരാശയത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങളിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെയാണ് ഒരു വലിയ പ്രശ്നം. അടക്കി വാഴുക എന്ന വാക്കുകൾ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ വാക്കുകളാണ്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവീൻ എന്നത് ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ദൈവത്തിന്റെ ഭൂമിയിലെ പ്രതിനിധികളായി ദൈവിക സൃഷ്ടിയിൽ പങ്കുകാരാകാനുള്ള വലിയൊരു അനുഗ്രഹം, ദൈവത്തിന്റെ സൃഷ്ടി പ്രക്രിയയിൽ പങ്കുകാരാനുള്ള വലിയ ഒരു അനുഗ്രഹം ദൈവം നമുക്ക് നൽകുകയായിരുന്നു. ഈ മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യവർഗത്തോട് മാത്രമാണ് ദൈവം നേരിട്ട് സംവദിക്കുന്നത്. 29-ാം വാക്യത്തിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് എന്ന് പറയുന്നതിലൂടെ ദൈവ സൃഷ്ടികളിൽ മനുഷ്യവർഗത്തോട് മാത്രം ദൈവത്തിന് വ്യക്തിപരവും വ്യത്യസ്തവുമായ ഒരു ബന്ധമാണ്. വേറെ ഒരു സൃഷ്ടിയോട് നിങ്ങൾക്ക് എന്ന് പറയുന്നില്ല. അവരങ്ങനെ ആകട്ടെ, അതങ്ങനെ ആകട്ടെ, അത് പെരുകട്ടെ എന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ മനുഷ്യനെ നിങ്ങൾക്ക് വളരെ വ്യക്തിപരമായ ബന്ധം. അപ്പോ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന് നമ്മളോട് വളരെ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ട്, വ്യത്യസ്തമായ ഒരു ബന്ധമാണ്. അതുകൊണ്ട് നമ്മളൊരു മൃഗത്തെ പോലെ ജീവിക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളവരല്ല. മറ്റേത് സൃഷ്ടിയേക്കാൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചു, മറ്റു മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും എല്ലാത്തിനും അനുഗ്രഹിച്ചു, പെരുകാനൊക്കെ അനുഗ്രഹിച്ചു. പക്ഷേ മനുഷ്യന്റെ വംശവർദ്ധന വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്ന വ്യക്തിപരമായി മനുഷ്യനോട് ദൈവം സംവദിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തോട് വ്യത്യസ്തമായ ഒരു ബന്ധമുണ്ട്. ഈ വലിയ സൃഷ്ടിയിൽ മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ദൈവത്തിന്റെ സൃഷ്ടി പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് എന്നും നമുക്ക് ഓരോരുത്തർക്കും ഒരു ബോധം വേണം. അവിടെയും ഞാൻ മുമ്പേ സൂചിപ്പിച്ച ഈ അടക്കുക, വാഴുക എന്ന് പറയുന്ന ആ 2 വാക്കുകൾ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന 2 വാക്കുകൾ. ഈ അടക്കുക എന്നതുകൊണ്ട് ഭൂമിയുടെ അഭിവൃദ്ധിക്കായി അധ്വാനിക്കുക എന്നാണ്. ടു എൻഹാൻസ് ദി എർത്ത് എന്നാണ്. അന്നത്തെ കാലത്ത് ഭൂമിയിലുള്ള അധ്വാനം എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമായിരുന്നു. ഭൂമിയെ പരിപോഷിപ്പിക്കാൻ അഥവാ ദൈവിക ഉദ്ദേശത്തിന്റെ പരിപൂർണതയിലെത്തിക്കാൻ ദൈവം മനുഷ്യന് നൽകിയ നിയോഗമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ദൈവം മനുഷ്യന് നൽകിയ നിയോഗം. എന്നാൽ ഇതിന്റെ അന്തസത്ത മനസ്സിലാക്കാതെ മനുഷ്യൻ ഭൂമിയെ വല്ലാതെ ചൂഷണം ചെയ്ത് നാമാവശേഷമാക്കി കളഞ്ഞു. അതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുടെ കാലം. രണ്ടാമത്തെ വാക്ക് വാഴുക എന്നാണ്. ഹാവ് ഡൊമിനിയൻ എന്ന വാക്കാണ്. എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഭരിക്കുക, ചൂഷണം ചെയ്യുക, അടിമപ്പെടുത്തുക എന്നൊന്നുമല്ല. പ്രത്യുത കരുതുക, പരിപാലിക്കുക എന്നൊക്കെയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാപദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഇടയൻ ആടുകളെ കരുതുകയും പരിപാലിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ജീവജാലങ്ങളെ പരിപാലിക്കുക എന്നതാണ് ദൈവം നമുക്ക് തന്ന നിയോഗം. ഒരു ഇടയൻ ആടുകളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് പോലെ മറ്റ് ജീവജാലങ്ങളെ പരിപാലിക്കാനുള്ള ബാധ്യതയാണ്. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും
ജീവജാലങ്ങളെയും നിർദ്ദയം ചൂഷണം ചെയ്യുന്ന ലൈസൻസ് അല്ല ദൈവം നമുക്ക് തന്നത്. പകരം പ്രജാക്ഷേമ തൽപരനായ ഒരു രാജാവിനെ പോലെ ദൈവത്തിന്റെ പ്രതിനിധിയായി അവയെല്ലാം പരിപാലിക്കുന്നതിനാണ്. സൃഷ്ടിതാവായ ദൈവം എങ്ങനെ അവയെ പരിപാലിക്കുമോ അതുപോലെ പരിപാലിക്കാൻ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ മനുഷ്യവർഗം ഈ രണ്ട് വാക്കുകളെയും ദൈവഹിതത്തിന് വിപരീതമായി വ്യാഖ്യാനിക്കുകയും ചൂഷണത്തിലൂടെയും അനിയന്ത്രിതമായ ഉപഭോഗത്തിലൂടെയും പ്രപഞ്ചത്തിന്റെ സർവനാശത്തിന് കാരണമാക്കി തീർക്കുകയും ചെയ്തു. ഈ ക്രൈസ്തവ കാഴ്ചപ്പാടിൽ ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ സമാനതകളില്ലാത്ത അനുഗ്രഹം യേശു കർത്താവ് കാണിച്ചു തന്നതിനനുസരിച്ച് പ്രവർത്തിച്ച് കാണിക്കാനുള്ളതാണ്. നമ്മുടെ മോഡലാണല്ലോ കർത്താവ്. കർത്താവ് കാണിച്ചു തന്നതുപോലെ വേണം നമ്മൾ ചെയ്യാനെന്നാണ്. കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഐ ഹാവ് സെറ്റ് ആൻ എക്സാമ്പിൾ ബിഫോർ യു ദാറ്റ് യു ഷുഡ് ഡു ആസ് ഐ ഹാവ് ഡൺ ടു യു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാനൊരു മാതൃക വെച്ചിരിക്കുന്നതാണ്. എന്താ കർത്താവ് വെച്ച മാതൃക? മർക്കോസ് 10:45 പറയുകയാണ്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അതായത് ഭരിക്കുക എന്നാൽ ശുശ്രൂഷിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഭൂമിയെ ശുശ്രൂഷിക്കാനുള്ളവരാണ്, മറ്റ് ജീവജാലങ്ങളെ ശുശ്രൂഷിക്കാനുള്ളവരാണ്, ചൂഷണം ചെയ്യാനുള്ളവരാണ്. യോഹന്നാൻ പറയുന്നത് എന്താണ്? നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനാണ്. യോഹന്നാൻ 10:11. മനുഷ്യനെ ഭൂമിയുടെ മേലും മറ്റ് ജീവജാലങ്ങളുടെ മേലും ദൈവം നിയോഗിച്ചിരിക്കുന്നത് അവയുടെ നന്മയ്ക്കും ഗുണീകരണത്തിനും ക്ഷേമത്തിനും പരിപോഷണത്തിനുമാണ്. ശ്രദ്ധയോടെ ഓർക്കണം ഈ വാചകങ്ങൾ. ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നത് മറ്റ് ജീവജാലങ്ങളുടെ നന്മയ്ക്കും ഗുണീകരണത്തിനും ക്ഷേമത്തിനും പരിപോഷണത്തിനും, അല്ലാതെ ചൂഷണം ചെയ്യുന്നതിനോ നശിപ്പിക്കുന്നതിനോ അല്ല. ചൂഷണം ചെയ്യുന്നതിന് ഒരിക്കലും പോഷിപ്പിക്കാൻ കഴിയില്ലല്ലോ. 29-30 വാക്യങ്ങളിൽ മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനായി ദൈവം നൽകുന്ന നിർദ്ദേശങ്ങളാണ്. അവിടെ ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട് കേട്ടോ. മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും സസ്യഭുക്കുകളായിരിക്കാനായിരുന്നു ദൈവോദ്ദേശമെന്ന് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. ക്ലൗസ് വെസ്റ്റർമാനെ പോലെയുള്ള പഴയ നിയമ പണ്ഡിതന്മാര് പുരാതന ലേഖകളുടെയും മറ്റും വെളിച്ചത്തിൽ ആദിമകാലത്ത് മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും സസ്യഭുക്കുകളായിരുന്നു എന്ന് വാദിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യനെ എല്ലാം ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയപ്പോ നമ്മൾ വെജിറ്റേറിയൻസ് ആകാനാണ് ദൈവം ആഗ്രഹിച്ചിരുന്നത് എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9-ാം അധ്യായം 3-ാം വാക്യം, മാംസം ഭക്ഷിക്കാൻ മനുഷ്യന് അനുവാദം ലഭിക്കുന്ന അവിടെ വെച്ചാണ്. ആ വാചകം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഉൽപ്പത്തി 9:3, ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, തീർന്നില്ല, പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രൈമറി അലവൻസ് എന്ന് പറയുന്നത് വെജായിരുന്നു, വെജിറ്റേറിയൻസ് ആകാനായിരുന്നു. ഇവിടെ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോൺ വെജ് ആഡ് ചെയ്യുകയാണ്. പക്ഷെ അവിടെ എഴുതുന്നുണ്ട്, ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ ഉത്തരവ് പച്ച സസ്യങ്ങളായിരുന്നു കഴിക്കാൻ. എന്നാൽ ഈ 9-ാം അധ്യായത്തിന്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവം ഈ അലവൻസ് തന്നത് എപ്പോഴാണെന്നറിയാമോ? മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷമാണ് എന്നത് നമ്മൾ ഓർക്കണം. അപ്പൊ മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷമാണ് മനുഷ്യൻ മാംസഭുക്കുകളായത് എന്നർത്ഥം. എന്നാലും അത് ദൈവം അനുവദിച്ചതാണ്, അക്കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ചില പ്രവചന പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഉദാഹരണത്തിന് യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 7-ാം വാക്യം, അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, പശു കരടിയോട് കൂടെ മേയും,
അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. 65-ാം അധ്യായം 25-ാം വാക്യം. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും എന്നും സ്വപ്നം കാണുന്ന പ്രവാചകന്മാര് വരാനിരിക്കുന്ന യുഗം പർദീസായുടെ ആദ്യാനുഭവങ്ങളിലേക്ക് ഒരു മടക്കയാത്രയായിരിക്കാം. അറിയില്ല, അതായിരിക്കാം അവിടെ പ്രവാചകന്മാർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 31-ാം വാക്യം 6-ാം ദിവസത്തെ സൃഷ്ടിപ്പിന്റെ അവലോകനമാണ്. മറ്റെല്ലാ ദിവസങ്ങളെയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, ഞാൻ വീണ്ടും മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് അരക്കിട്ട് ഉറപ്പിക്കാനായിട്ട് പറയാണ്. മറ്റെല്ലാ ദിവസങ്ങളെയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ വാക്യത്തിലെ അവലോകനം പല കാരണങ്ങൾ കൊണ്ട് വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന്, ഒന്ന്, താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി എന്നതിലൂടെ കഴിഞ്ഞ 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ച എല്ലാറ്റിനെയും ഉൾപ്പെടുത്തിയുള്ള ഒരു അവലോകനമാണ്. 2, സാധാരണ എല്ലാ ദിവസവും 5 ദിവസം വായിച്ചു നോക്കിയോളൂ, നല്ലത് എന്നതിന് പകരം ഇന്ന് എത്രയും നല്ലത് എന്ന് കണ്ടു എന്നാണ്. അപ്പൊ ഇതുവരെയുള്ള എല്ലാ ദിവസവും നല്ലത് എന്ന് ദൈവം കണ്ടെങ്കിൽ ഇന്ന് എത്രയും നല്ലത് എന്ന് കണ്ടു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ദൈവം തമ്പുരാൻ തന്റെ സൃഷ്ടികളെ കുറിച്ച് അത്യന്തം തൃപ്തനാണ് എന്നാണ്. ആ വലിയ തൃപ്തിയോടെയാണ് ദൈവം വിശ്രമത്തിനായിട്ട് ഒരുങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രാരംഭ ദിവസമായതുകൊണ്ട് പ്രാരംഭമായി ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. നാളെ മുതൽ നമ്മുടെ ക്ലാസ്സിന്റെ ശൈലി മാറും. ഇനി ഓരോ വേദഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വളരെ കാര്യമായി സ്പർശിക്കുന്ന മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിക്കും. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും കുടുംബ ജീവിതങ്ങളെയും ഒക്കെ നമ്മൾ വിശദമായി അനലൈസ് ചെയ്ത് നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയും. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് മാറ്റം ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ബോധ്യം വരും. മാറ്റം ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ മാറണം എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഈ വേദഭാഗങ്ങളെല്ലാം നമ്മളെ അതിലേക്കാണ് നയിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ വേദപുസ്തകത്തെക്കുറിച്ച്, പഴയ നിയമത്തെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങളും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ദൈവത്തിന്റെ ഉദ്ദേശവും മറ്റെല്ലാ സൃഷ്ടികളെയും വെച്ച് മനുഷ്യവർഗത്തിന്റെ പ്രാധാന്യവും ഉത്തരവാദിത്വവും വളരെ ചെറുതായി ഒന്ന് ധ്യാനിക്കാൻ ഇന്ന് ശ്രമിക്കുകയായിരുന്നു. വളരെ ചെറുതായി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് മാത്രം ഇന്നത്തെ ക്ലാസ്സിനെ കാണുക. നാളെ മുതൽ ക്ലാസ്സിന്റെ ശൈലി മറ്റൊന്നാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വേദഭാഗം ഒന്നുകൂടെ വായിക്കുമ്പോൾ ദൈവം തമ്പുരാൻ തന്ന ഈ അനുഗ്രഹീത നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ വന്ന് ദൈവവചനം പഠിക്കാൻ സഹായിക്കുകയും ചെയ്യട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ട അച്ഛാ, നന്ദി. എല്ലാ പ്രിയപ്പെട്ടവരുള്ള സന്തോഷം അറിയിക്കുന്നു. നാളെ രാത്രി നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവരെയും ദൈവം അതാത് സ്ഥാനങ്ങളിൽ കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.